ബിഗ് ബോസ് പറയും, അയ്യോ നിവിനെ നീ പോയല്ലേ, നീ പോയെങ്കിൽ ഈ ഷോ ഓടത്തില്ല, നിന്നെ മാത്രം പ്രതീക്ഷിച്ചാണ് നിവിനെ ഈ ഷോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നവീൻ അങ്ങനെ പുറത്തു പോയിരിക്കുകയാണ്. നവീൻ പുറത്തു പോകുന്നതിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ, നവീൻ അഹങ്കാരം കൊണ്ട് തന്നെ പോയതാണ്. നവീനാണ് ബിഗ് ബോസ് എന്ന് കുറച്ചു നേരം നവീന് തോന്നി. അങ്ങനെ പറ്റിയ ഒരു പറ്റില് ഇറങ്ങിപ്പോയതാണ്. ഇപ്പൊ ഇറങ്ങിപ്പോയിട്ട് എന്തായാലും അത് ഇറങ്ങിപ്പോയത് ശരിയായില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. ഇനി തോന്നിയിട്ടും വലിയ കാര്യമില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ അനുമോളുടെ PR ആക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ആരുടെയും PR എടുക്കേണ്ട ആവശ്യമോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അനുമോളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുമോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റാന്ന് തന്നെ പറയും. അതുപോലെ അവിടെ ചെയ്യുന്ന ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെന്നും പറയും. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് നല്ലതാണെന്ന് തന്നെ പറയും. അവരവ ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ആരുടെയും PR എടുത്തൊന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല. ഇന്ന് നടന്ന ഒരു വഴക്ക് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. രാവിലെ കിച്ചണിൽ വെച്ച് ഈ പറയുന്ന അനുമോളും ജിസേലും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. ആ തർക്കത്തിലാണ് അനുമോള് ജിസേലിന്റെ ചുണ്ടത്ത് എന്ന് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ നോക്കുന്ന പോലെ ചുണ്ടത്ത് ഇങ്ങനെ കൈ കൊണ്ട് പോകുന്നുണ്ട്. പോയി ആ ചുണ്ടിൽ തട്ടുന്നുണ്ട്. ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരാളെ നമ്മൾ ആ ഹൗസിനകത്ത് ഒരാളെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല, വേറെ ഇന്റൻഷനിൽ അവരൊരു വഴക്ക് നടക്കുന്ന ആ സമയത്ത്. പക്ഷേ എന്നാൽ അതിനുശേഷം ജിസേല് ചെയ്തത് ഉള്ള ദേഷ്യമെല്ലാം വെച്ച് പിടിച്ച് അനുമോളെ തള്ളുകയായിരുന്നു. അനുമോളെ പിടിച്ച് ശരിക്കും തള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു പ്രസ്സിങ്, നല്ല ആ ദേഷ്യവും എല്ലാം കൂടെ വെച്ചിട്ടാണ് ആ തള്ളുന്നത്. അപ്പൊ അനുമോളുടെ കയ്യിലും തെറ്റുണ്ട്. അനുമോളുടെ കയ്യിൽ തെറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ജിസേലാണ്. അതിന് കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു കാണും, നമ്മുടെ സിജോയും റോക്കിയും തമ്മിലുള്ള വിഷയം. സിജോടുത്ത് റോക്കി ഇങ്ങനെ സിജോയോട് പറയുന്നുണ്ട്, നീ എന്നെ തൊട എന്റെ മൂക്കിലും തൊട്ട് നോക്കെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ സിജോ മൂക്കിൽ തൊടുന്നുണ്ട്. തൊട്ട് നോക്കെന്ന് പറയുമ്പോൾ തൊടുന്നുണ്ട്. ആ തൊടുന്നത് ഒരു ഫിസിക്കൽ അസാൾട്ടായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ ഇങ്ങനെ തൊട്ടപ്പോഴത്തേക്ക് പഞ്ച് ചെയ്യുകയായിരുന്നു റോക്കി. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആ സീസണിൽ ഇതേപോലെ റിയാസ് എന്നെ തുടർന്ന് പറഞ്ഞ് അങ്ങോട്ടാണ് റിയാസ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് പോയത്. ആ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ റോബിൻ അവിടെ ഒരു ജസ്റ്റ് കൈയൊന്നും അങ്ങനെ തട്ടിയിട്ട് പോലും ഇല്ല, ജസ്റ്റ് അന്ന് അടുത്തൂടെ ഒന്ന് പോയെന്നേ ഉള്ളൂ. അതിങ്ങനെ പാസ് ചെയ്ത് പോയി. പക്ഷെ അങ്ങനെ പോയപ്പോ തന്നെ അവിടെ റോബിനെ ഇറക്കി വിട്ടു. അതുപോലെ തന്നെ ഇവിടെ റോക്കിയെ ഇറക്കി വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് എന്റെ ഒരു ഇതിലാണ്, അല്ല ഞാൻ PR എടുത്തിട്ടൊന്നും അല്ല പറയുന്നത്. അനുമോൾക്ക് ശിക്ഷ കിട്ടണം, പക്ഷേ പുറത്താക്കേണ്ടത് ജിസേലിനെയാണ്. കാരണം ജിസേൽ ഇന്റൻഷനലി പിടിച്ച് നല്ല ഫോഴ്സോടുകൂടി തള്ളുകയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരുടെ കയ്യിലും തെറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ അവിടെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കൃത്യമായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ജിസേലിനെ തന്നെ പറയേണ്ടി വരും. ജിസേലാണ് അവിടെ ഫിസിക്കൽ അസാൾട്ട് കാണിച്ചത്. എന്നാലും എപ്പിസോഡിൽ കാണിക്കുമ്പോഴേ അവിടെ എന്താണ് കൃത്യമായിട്ട് നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഞാൻ കണ്ട ലൈവിൽ എനിക്ക് കാണാൻ പറ്റിയത്, ആ കൈ വെച്ച് ആ ലിപ്സ്റ്റിക്കാണ് നോക്കുന്നത്. മുഖത്ത് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് തൊടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ലിപ്സ്റ്റിക്ക് തൊട്ടിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയാണ് അനുമോള് പോകുന്നത്. അത് ആ ഇന്റൻഷനലി ആ അനുമോൾ അടിക്കാനോ തല്ലാനോ കൊല്ലാനോ ഒന്നും അല്ല പോകുന്നത്. അപ്പൊ എന്നെ എന്തിനാണ് ടച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ജിസേൽ അവിടെ കിടന്നുകൊണ്ട് മെഴുകുന്ന കണ്ടത്. അതിനകത്ത് ഇപ്പൊ ലൈവ് കണ്ടപ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾക്കെല്ലാം ശ്രദ്ധിച്ചു കാണും, നവീന്റെ കാര്യം. നവീൻ അഹങ്കാരിയാണ് എന്നുള്ളതിന് കാരണം അഹങ്കാരം കഴിഞ്ഞ് നവീൻ എന്തോ ബിഗ് ബോസ് നടത്തുന്നത് നവീനാണെന്നുള്ളൊരു വിചാരമായിരുന്നു നവീന് കുറച്ചു നേരം മുന്നേ വരെ. നവീൻ ബിഗ് ബോസിനെ പഠിപ്പിക്കുകയാണ്, അനുമോളെ ഒന്നുകിൽ എല്ലാ എവിക്ഷനിലും വിടണം, അല്ലെങ്കിൽ അനുമോളെ ഇറക്കി വിടണം. ഇതൊക്കെ തീരുമാനിക്കാൻ ഇവൻ ആരാ? ഇവന്റെ മൂത്തുപ്പാപ്പാന്റെ ആണോ ഈ ബിഗ് ബോസ്? എന്തായാലും നമുക്ക് അതിന്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം. അതിന് വോയിസ് കേട്ട് ഞാൻ ബാക്കി നമുക്ക് പറയാം. എഴുന്നേറ്റ് നിൽക്കൂ. നെവിൻ നിരന്തരമായി മൈക്കൂരി വെക്കുന്നതും ശരിയായി ധരിക്കാത്തതും ഒന്നും കാണുന്നില്ലെന്ന് കരുതണ്ട. ഇത് ഞാൻ കൃത്യമായിട്ട് ഇന്നലത്തെ വീഡിയോ ഞാനിട്ട വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് കൃത്യമായിട്ട് ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നവീൻ മൈക്ക് ധരിക്കാറില്ല. മൈക്ക് ഊരി വെട്ടിട്ടാണ് നവീൻ ഓരോ കാര്യങ്ങളും അവിടെ പലരോടും പോയി പറയുന്നുണ്ട്. മൈക്ക് ഊരി മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആ ജിസേലിനോടും മൈക്ക് ഊരി മാറ്റിയിട്ട് പല സന്ദർഭങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഇവര് വെൽ പ്ലാനിങ്ങിലാണ്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവരുടെ വിചാരം ബിഗ് ബോസ് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ ക്യാമറയിലും വോയിസ് ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ മൈക്ക് ഊരി വെച്ചെന്ന് പറഞ്ഞാലും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ ബിഗ് ബോസ് പറയുന്നത്. നീ മൈക്ക് ഊരി വെച്ചാലും ഞങ്ങൾക്ക് കാണേണ്ടതും കേൾക്കേണ്ടതല്ല, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നീ ഇങ്ങനെ നിന്റെ കളി നിന്റെ കൈ വെച്ചാൽ മതി എന്നാണ് ആദ്യമേ ബിഗ് ബോസ് പറയുന്നത്. നിങ്ങൾ പ്രശസ്തമായ ഒരു TV ഷോയുടെ
ഭാഗമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നിങ്ങളിൽ ആർക്കും ഒരു പ്രത്യേകതയും ഇല്ല. എല്ലാവരും ഇവിടെ തുല്യരാണ്. നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. ഈ പറയുന്ന ബിഗ് ബോസ് ഇതുവരെ ഒരു പാർഷ്യാലിറ്റി കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരോടും പാർഷ്യാലിറ്റി കാണിച്ചതായിട്ട് തോന്നുന്നില്ല. എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ പറയുന്നത് ഞാൻ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നതെന്ന്. പക്ഷെ അങ്ങനെ നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും അക്ബറിന് കുറച്ച് ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. എന്താ വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെക്കാൾ ഈ നടക്കുന്ന ഇവിടെ ഇപ്പൊ ചലച്ചുകൊണ്ട് നടക്കുന്ന, ഞാൻ പറഞ്ഞു ചീവീട് പോലെ ചലക്കുന്ന നമ്മുടെ റെനയേക്കാൾ കുക്കറാണ് ഈ പറയുന്ന അക്ബർ. അക്ബർ ഈ പെണ്ണുങ്ങളുടെ കൂടെ ചേർന്ന് പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയെന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ അനുമോളെ കൃത്യമായിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുക, എന്താ അനുമോളെ ടാർഗറ്റ് ചെയ്യുക. അനുമോളെയൊക്കെ വായി വരുന്ന കുറച്ച് മുന്നത്തെ ഞാൻ ലൈവിൽ കണ്ടു. വായി വരുന്ന എന്തൊക്കെയാ പറയുന്നത്, ഷിറ്റ് എന്നൊക്കെയാ പറഞ്ഞത്. അത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞതാണ്. മലയാളത്തിൽ അതിന്റെ മലയാളം നിങ്ങൾ ഊഹിച്ചാൽ മതി. അതുപോലെ കക്കൂസ് എന്ന് വിളിക്കുക. ഒരു പെണ്ണിനെ അല്ലേ, എന്തോ ഷോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത്? അത്രയും നാണം കത്തുന്ന രീതിയിലാണ് അക്ബർ സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ആണല്ലോ ലാലേട്ടൻ വന്നിട്ട് ഫോണൊക്കെ കൊടുത്ത് സംസാരിപ്പിച്ചല്ലോ, അമ്മയെ വിളിച്ച് സംസാരിച്ചല്ലോ. എന്നിട്ട് നന്നായില്ല. അക്ബർ ഈ ഉള്ള പെണ്ണുങ്ങളെ എല്ലാം ഭയങ്കര ക്രൂക്കടും അതുപോലെ തന്നെ നുണയനും ഒക്കെയാണ് ഞാൻ കണ്ടതില്. പക്ക ഒരു നുണയനാണ്. അവിടെ പോയിരുന്ന എല്ലാ കാര്യങ്ങളും അത് നുണയൻ എന്ന് പറയാൻ കാര്യം തന്നെ ഈ അപ്പാനി ശരത്താണല്ലോ കൂട്ട്. അവൻ ഇതിന്റെ ഉസ്താദാണ്. അതിന്റെ ഈ അപ്പാനി ശരത്ത് ഈ നുണയന്മാരുടെ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ ശിഷ്യനാണ് ഈ അക്ബർ. ഇവർ രണ്ടും കൂടാണ് പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങൾ നീക്കുന്നതെല്ലാം. പ്ലാനിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ വായി വരുന്നത് കോതയ്ക്ക് വാട്ടെന്ന് പറയുന്ന പോലെ വായി വരുന്ന എന്ത് വൃത്തികേടും ആരുടെ മുഖത്ത് നോക്കുകയും പറയുന്നത് ഈ അക്ബറാണ്. അതിലും പിന്നെ അപ്പാനി കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ലാലേട്ടൻ വന്നിട്ട് 1-2 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം. പക്ഷെ അക്ബർ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല. അടുത്ത കളി എനിക്ക് തോന്നുന്നു, അടുത്ത കളി ഉടനെ തന്നെ അക്ബറിന് വീഴാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നെവിൻ, അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നത് കേട്ടു, ഇവിടെ നിന്ന് പോകണമെന്ന്. അതെ ബിഗ് ബോസ്. അല്പം മുൻപ് ഇവിടെ നടന്ന വഴക്കും നെവിന് സ്വയം പുറത്തു പോകണമെന്ന ചിന്തയും തമ്മിൽ എന്താണ് ബന്ധം? വേറൊന്നുമല്ല ബിഗ് ബോസ്, ഈ അനുമോള് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡ്രാമ ചെയ്തിട്ട് പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എനിക്കും ജിസേലും തന്നേക്കുന്ന ഒരു ഫുൾ അധികാരത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആണ് പുള്ളിക്കാരത്തി ഈ 2 ദിവസങ്ങളിലായിട്ട് അത് നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രാമ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. എനിക്ക് എന്താണ് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം എന്താണ്? ഒരാളെ മാനസികമായി തളർത്തുക. ഇവർ ഇതന്നല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളോട്. ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അനുമോളെ മാനസികമായിട്ട് തകർക്കാൻ നോക്കുന്നു. പക്ഷെ അനുമോൾ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് അത് കുറ്റമാകുന്നത്? അനുമോൾ എന്താണ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്ത് ഡ്രാമ കളിച്ചെന്നാണ് ഇവർ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഡ്രാമയായിട്ട് ഇവർക്കത് തോന്നുന്നുണ്ടെങ്കിൽ അത് അനുമോളുടെ ഗെയിമാണ്. ആ ഗെയിമിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ആ പ്രതിരോധിക്കുന്നത് കയ്യും കാലും പൊക്കിയും ഞാൻ നിന്നെ തട്ടിക്കളയും കൊന്നുകളയും ഒന്നും വെച്ചൊന്നുമല്ല. അതും മൈൻഡ് ഗെയിമാണ്. എങ്ങനെ മാനസികമായി തളർത്താം. ഇവർ ഈ പറയുന്ന പോലെ കൂട്ടത്തോടെ പോയി ആക്രമിച്ച് അല്ലെങ്കിൽ കിടന്ന് അലച്ച് ബഹളം വെച്ച് ഒരാളെ മാനസികമായി തളർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് പറയത്തില്ലയോ? വിഡ്ഢികളുടെ സ്വർഗത്തിൽ. അതുപോലെയാണ് എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അവിടെ ഇവരെ എല്ലാം ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് അവിടെ അനുമോൾക്ക് ഇവരെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അനുമോളാണ് ഗെയിമർ. അനുമോളാണ് ബെസ്റ്റ് ഗെയിമർ. അത് മനസ്സിലാക്കാൻ അറിയാത്ത പൊട്ടനാണ് ഇവൻ. അപ്പം ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടയ്ക്കാനായിട്ടുള്ള അധികാരം, ടച്ച് ചെയ്യാനായിട്ടുള്ള അധികാരം ഇവിടെ ആരും കൊടുത്തിട്ടില്ല, അനുമോൾക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷവും ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ബിഗ് ബോസിന് യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് മനസ്സിലായില്ലേ നെവിൻ? ആ പറഞ്ഞതും ഇവിടെ നടന്ന വഴക്കും തമ്മിൽ എന്താണ് ബന്ധം? ബിഗ് ബോസ് ഇപ്പം ഞാൻ പറഞ്ഞത് അനുമോള് ഇപ്പം ഫിസിക്കൽ അസോൾട്ടിന് എന്താ പറയാ, ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയാ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നോമിനേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. കാരണം ഇത്രയും വലിയ ഇവിടെ വേറെ ആരും ചെയ്യാത്തൊരു വലിയൊരു മിസ്റ്റേക്കാണ് അനുമോള് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ആ ഒരു പ്രഷറിൽ ഞാൻ പറഞ്ഞു, ഇൻ കേസ് ഈ അനുമോൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉള്ള രീതിയിലാണ് അനുമോൾ ഇപ്പം
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെയും ഉപദേശമെങ്കിലും അനുമോൾ ഇങ്ങനെ എനിക്ക് എന്തോ വലിയൊരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിലാണ് അനുമോൾ ഇത്രയും നാൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതും. അനുമോൾക്ക് അവിടെ എന്തോ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞാണ് അനുമോൾ അവിടെ കളിക്കുന്നതെന്നാണ് ഇവൻ പറയുന്നത്, ഈ പറയുന്ന നവീൻ പറയുന്നത്. ഈ നവീനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇതിനു മുമ്പ് ഈ പറഞ്ഞ ജിസേല് മേക്കപ്പ് സാധനങ്ങളും അതെല്ലാം എടുത്തു വെച്ചിട്ട് ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അടിച്ചു മാറ്റി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ആര്യന്റെ ഉൾപ്പെടെ അടിച്ചു മാറ്റി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ നിയമം ഒന്നും ബാധകമല്ലടേ. ആ സമയത്ത് എന്താണ് ഇവർക്ക് പ്രത്യേകം തോന്നാതിരുന്നത്? ഈ പറയുന്ന ജിസേലിന് പ്രിവിലേജ് ഉണ്ടോ എന്നുള്ളത്, പ്രത്യേക പ്രിവിലേജ് എന്തെങ്കിലും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടെന്ന് എന്താണ് ഇവർക്ക് തോന്നാതിരുന്നത്, ഈ പറഞ്ഞ ബാക്കിയുള്ള കളിക്കാർക്ക്? അപ്പം ജിസേല് ചെയ്താൽ നമ്മള് ഒരു ബർമുട കഥ പറയുമല്ലോ, ഇന്നാളിട്ടാൽ ഇതും മറ്റേ ഇട്ടാൽ ബർമുട എന്ന് പറയുന്നത് പോലെയാണ്. ജിസേല് ചെയ്താൽ കുഴപ്പമില്ല, അനുമോൾ ചെയ്താൽ അത് പ്രശ്നമാണ്. ഓക്കെ, അനുമോളുടെ കൈ തെറ്റില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അനുമോൾ അവിടെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞാൽ അനുസരിക്കാതിരുന്നിട്ടുണ്ട്, അനുമോളുടെ ഇഷ്ടപ്രകാരം ഒക്കെ ചെയ്തിട്ടുണ്ട്. അനുമോൾ അത് വെച്ച് ഇവരെ ട്രിഗർ ചെയ്യാറുമുണ്ട്. അപ്പൊ നമ്മൾ ന്യായീകരിക്കുമല്ലോ, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, ആ ടാസ്കിന് അനുസൃതമായിട്ട് അവിടുത്തെ നിയമങ്ങളെ അനുസരിച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ വെച്ചാല് അവർക്ക് കൊടുത്തത് എന്താണ്, ഇവർ രണ്ടുപേരുമാണ്, ഈ ജിസേലും നവീനുമാണ് അവിടുത്തെ സർവാധികാരികൾ. പിന്നെ ക്യാപ്റ്റൻ ഉണ്ട്. പക്ഷെ ഇവരുടെ അടിമയല്ല ഈ പറയുന്ന അനുമോള്. പക്ഷെ അനുമോളോട് ഇവരെന്തോ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അനുമോള് ചെയ്തു. അത് ഇത്രയും വലിയ തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ജിസേല് എപ്പോഴും ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു. ഈ പറയുന്ന പോലെ ഡയറക്റ്റ് നോമിനേഷനിൽ മാത്രമല്ല, മോഹൻലാൽ ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോലും അനുസരിക്കാതെ അവിടെ പിന്നെയും മേക്കപ്പ് ഉപയോഗിച്ചു, സാധനങ്ങളൊക്കെ ഒളിച്ചു വെക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജിസേലിനെ എപ്പോഴും വീട്ടിൽ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഞാനിട്ടാൽ ഇതും മറ്റേ ആളിട്ടാൽ വള്ളി ആ ഒരു ചൊല്ലുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചില സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ക്യാപ്റ്റനെ പോലും വകവെക്കാണ്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും അനുമോൾക്ക് യാതൊരു വിധത്തിലുള്ള കൂസലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന ഞാൻ എന്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിൽ ഞാൻ പറഞ്ഞു. ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പലരും ഇപ്പൊ പറയുന്നുണ്ട്. നിവിൻ എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അനുമോളെ എവിക്റ്റ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു. ബിഗ് ബോസ് പറയും, അയ്യോ നിവിനെ നീ പോവല്ലേ, നീ പോയെങ്കിൽ ഈ ഷോ ഓടത്തില്ല, നിന്നെ മാത്രം പ്രതീക്ഷിച്ചാണ് നിവിനെ ഈ ഷോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഡയറക്റ്റ് നോമിനേഷനിലോ അടുത്ത ആഴ്ച വേണമെങ്കിൽ വീട്ടിലോ പറഞ്ഞു വിട്ടേക്കാം അനുവിനെ എന്ന് വിചാരിച്ച സാറ് വിചാരിച്ചായിരുന്നു. പക്ഷെ നടന്നില്ല. ബിഗ് ബോസ് 8ന്റെ പണിയാ കൊടുത്തത്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ അതായത് ഈ കൺഫെഷൻ റൂമിൽ വന്ന് പറയാതെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നോ, ദിസ് ഇസ് മൈ നോ, ഒരിക്കലും ഇല്ല. ഇപ്പോഴും കൂടി ബിഗ് ബോസ് എന്റെ അടുത്ത് ആദില ആ നൂറ് പോവാനായി പ്രധാന വാതിൽ തുറന്നു തരുന്നത്. ഓക്കെ ബിഗ് ബോസ്, ഷുവർ, താങ്ക് യു. നോ, ഐ സെഡ് ഇറ്റ്. അതിനുശേഷം ആദിലയും നൂറയും പറയുന്നുണ്ട്, നീ ആരാണെങ്കിൽ ഇറങ്ങിപ്പോ, നീ പറഞ്ഞ വാക്കിന് വില ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോന്ന് പറയുന്നുണ്ട്. നീ പറഞ്ഞ വാക്കിന് വില ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആള് ഇറങ്ങിപ്പോയി. പക്ഷെ ഇങ്ങനെ ഒരു ഷോക്ക് ബിഗ് ബോസ് കൊടുക്കുമെന്ന് നവീൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നവീൻ വിചാരിച്ചു നവീനാണ് ബിഗ് ബോസ്. ലാലേട്ടൻ വന്ന് 2-3 പ്രാവശ്യം നവീനെ കുറച്ചൊക്കെ ഒന്ന് പൊക്കി പറഞ്ഞപ്പോഴത്തേക്ക് നവീൻ വിചാരിച്ചു എനിക്ക് അവിടെ ഭയങ്കര സപ്പോർട്ടാണ്, ഞാൻ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണ്, അപ്പൊ ബിഗ് ബോസ് ഞാൻ പറയുന്ന പോലെയൊക്കെ അനുസരിക്കും. എന്താ വെച്ചാൽ ഇവരെ അടിമകളാക്കി കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസിന് ഹൗസിനുള്ള അകത്തുള്ളവരെയാ, അല്ലാതെ ബിഗ് ബോസിനെ അല്ല അടിമയാക്കി ഇവനൊക്കെ കൊടുത്തേക്കുന്നതെന്ന് ഇവ മനസ്സിലാക്കാൻ താമസിച്ചു പോയി. അല്ലേലും നവീന് ഇപ്പം കണ്ടന്റ് ഒന്നും അധികം തരുന്നില്ല, ചുമ്മാ മോഷണം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഒരു അധികാരം കിട്ടിയപ്പോൾ ഞാൻ എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നു. പക്ഷെ അതെങ്ങനെ വിനിയോഗിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാല് ഈ ജിസേലിനാണെങ്കിലും നവീനാണെങ്കിലും മനസ്സിലായിട്ടേ ഇല്ല ഇതെങ്ങനെയാണ് ഈ ഒരു ഭരണം കൊണ്ടുപോകേണ്ടതെന്ന്. അതിന്റെ മിസ്റ്റേക്കുകളാണ് ഈ കാണുന്നത് മൊത്തവും. എന്നുവെച്ചാൽ പേഴ്സണലായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ റെന ഫാത്തിമയാണ് ഉറങ്ങിക്കിടന്ന ഈ നിവിനെയും ഈ ജിസേലിനെയും പോയി ഞോണ്ടി നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന അനുവിനെയാണെന്ന് പറഞ്ഞിട്ട് അനുവിനെ ട്രിഗർ ചെയ്യിക്കുന്നത് മൊത്തം ഈ റെനയാണ് അവിടെ പോയി ഇവർക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് റെന ഇപ്പം കിച്ചണിൽ കയറി അനുമോള് ജോലി ചെയ്യുമ്പോൾ പട്ടി എന്ന് പറയുന്നുണ്ട്. പട്ടി എന്ന് പറയുന്നത് ഇപ്പൊ അനുമോളുടെ പട്ടിയാണോ അവിടെ ജോലി ചെയ്യുന്നത്, കിച്ചണിൽ അനുമോളുടെ പട്ടിയാണോ ജോലി ചെയ്യുന്നത്, ഒരുപാട് നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ അക്ബർ
വല്ലാത്ത രീതിയിൽ മോശമായിട്ടെല്ലാം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പാനി അതുപോലെ തന്നെ കൂടെ നിന്നിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പാനിയുടെ വായിൽ നിന്നും വല്ലാത്ത വാക്കുകളൊക്കെ വരുന്നുണ്ട്. ലാലേട്ടനോട് പ്രത്യേകം ഈ ബിഗ് ബോസിനോടും ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കാണുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് ഏഷ്യാനെറ്റിന്റെ പേജിലാണെങ്കിൽ നിങ്ങൾ പറയുക ഇതിനൊക്കെ ഒരു അറുതി വരുത്തിയേ പറ്റത്തുള്ളൂ. കാരണം ഇവര് പേഴ്സണലായിട്ട് എടുത്ത് ഇവിടെ ഗെയിം കളിക്കുന്നു. അതുപോലെ തന്നെ ഇവരെ ഒരു ഗെയിമിനെ ഗെയിമായിട്ടല്ല കാണുന്നത്. ബിഗ് ബോസ് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഗെയിമിനെ ഗെയിമായിട്ട് വേണം കണ്ടു കളിക്കാൻ, അല്ല നിങ്ങൾക്ക് വെളിയിലും ഒരു ജീവിതമുള്ളതാണെന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവരാരും കേൾക്കുന്നില്ല. പേഴ്സണലായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവരുടെ വിചാരം ഇങ്ങനെയൊക്കെ എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ വെളിയിൽ ഭയങ്കര സപ്പോർട്ട് കിട്ടും എന്നുള്ളതായിരിക്കും ഇവരുടെ വിചാരം. എന്താണെന്ന് പറഞ്ഞാലും ഇത് നല്ലൊരു പോക്കല്ല ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഈ ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പേഴ്സണലായിട്ട് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ മനസ്സിൽ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യവും വാശിയും വെച്ചുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും കളിക്കുന്നത്. അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ഒരു തള്ളു മാത്രമേ നടന്നുള്ളൂ, ചിലപ്പോൾ ഇത് വലിയൊരു അടിയിൽ വരെ തീരാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നു, അതിന് ഇവിടെ കോപ്പ് കുത്തി കൊടുക്കുന്ന 3-4 പേരുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ ഈ അടുത്ത് പേരൊന്നും പറയുന്നില്ല. അവരെ അടക്കി നിർത്തേണ്ടത് ബിഗ് ബോസ് അടക്കി നിർത്തിയില്ലെങ്കിൽ, ശരിക്കൊരു വാണിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ശരിക്കും അവർക്കൊരു ശിക്ഷ കൊടുത്ത് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അനുമോളുടെ PR ആണെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞാലും എനിക്ക് യാതൊരു വിഷയമില്ല. ഞാൻ എല്ലാവരുടെയും PR ആണ്. ഞാൻ ഒരാളുടെ മാത്രം PR ആണ് നിങ്ങൾ പറയരുത്. ഞാൻ എല്ലാവരെ കുറിച്ചും പറയും. അനുമോളുടെ ഇന്നത്തെ തെറ്റിനെ നമ്മൾ തെറ്റെന്ന് തന്നെ പറയുന്നുണ്ട്. അനുമോൾ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പോയത് ശരിയായില്ല. പക്ഷേ അവിടെ ജിസേൽ കാണിച്ചതാണ് ഏറ്റവും വലിയ ഫിസിക്കൽ അസാൾട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ സീസണുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പുഷിങ്ങിൽ തന്നെയാണ് തള്ളി വിട്ടിരിക്കുന്നത്. നല്ല പുഷിൽ, നല്ല ബോഡിക്ക് പെയിൻ ഉണ്ടാകുന്ന രീതിയിൽ. പക്ഷെ എന്നിട്ട് പോലും അവിടെ അനുമോൾ ഇതിനെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അനുമോൾ ഇതിനെ ഒന്നും പറഞ്ഞില്ല. തള്ളിയതിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ജിസേലാണ് അവിടെ പോയിരുന്നു മോങ്ങുന്നത്. ജിസേൽ മോങ്ങുമ്പോൾ കുറെ പേര് കൂടെ പോയിരുന്നു മോങ്ങാന്. അനുമോൾ മോങ്ങുമ്പോൾ മാത്രം അത് ഡ്രാമ. അതെങ്ങനെ ശരിയാകുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.